നമസ്കാരം. കുറച്ച് വർഷം മുമ്പ് ക്രൊയേഷ്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ലൂക്ക മോഡ്രിച്ച് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലിട്ട പോസ്റ്റാണ്, അതിനൊപ്പം ചിത്രവും. അതിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ യുദ്ധക്കളത്തിൽ വളർന്നവനാണ്, യുദ്ധത്തിനിടയിൽ വളർന്നവനാണ്. അതാരുടെയും ജീവിതത്തിൽ ഇനി ഉണ്ടാകരുത്. നിരപരാധികൾ മരിക്കുന്ന ഈ അസംബന്ധ നാടകം അവസാനിപ്പിക്കണം. സമാധാനത്തോടെ ജീവിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന്. യുദ്ധക്കളത്തിൽ ഫുട്ബോൾ തട്ടി വളർന്ന കുഞ്ഞു മോഡ്രിച്ചിൻ്റെ ചിത്രമാണ് അതിനൊപ്പമുള്ള ഒന്ന്. മാത്രമല്ല, അദ്ദേഹം വലിയ താരമായതിനു ശേഷം ബാല്യം കളിച്ചു തീർത്ത ആ സ്ഥലത്ത് വീണ്ടും പോയി, യുദ്ധം അവസാനിച്ച ശേഷം. ആ സന്ദർശനത്തിന് നടുക്കുന്ന ഒരു ഓർമ്മ അദ്ദേഹത്തിന് വീണ്ടെടുക്കാനുണ്ടായിരുന്നു. അതിനുശേഷം ഇട്ട പോസ്റ്റാണ്. 2026 ലോകകപ്പിൽ ഇപ്പോൾ ആദ്യ നോക്കൗട്ടിൽ പോർച്ചുഗലിനോട് 2-1 തോറ്റു മടങ്ങുമ്പോൾ ലോകം ആ ലൂക്ക മോഡ്രിച്ചിനെ വീണ്ടും ഓർക്കുകയാണ്. യുദ്ധത്തെ ഫുട്ബോൾ കൊണ്ട് അതിജീവിച്ച മഹാനായ മനുഷ്യനെ, കളിക്കാരനെ ഓർത്തു. ആരാണ് ലൂക്ക മോഡ്രിച്ച്? വെറും 30 ലക്ഷത്തോളം മാത്രം ജനസംഖ്യയുള്ള ക്രൊയേഷ്യ എന്ന രാജ്യത്തെ ഫുട്ബോളിലൂടെ ലോകത്തോളം ഉയർത്തിയ ഫുട്ബോളർ എന്ന നിലയിൽ മഹാനായ കളിക്കാരൻ മാത്രമല്ല, ക്രൊയേഷ്യ ഇതുവരെ കാണാത്ത ലോകകപ്പിൻ്റെ ഫൈനൽ വരെ എത്തിച്ച താരം മാത്രമല്ല, ഇന്നും ക്രൊയേഷ്യ എന്ന് ലോകത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന മനോഹരമായ ഫുട്ബോൾ ശൈലി കാഴ്ചവെക്കുന്ന ടീമിൻ്റെ ക്യാപ്റ്റൻ മാത്രമല്ല, ജീവിതം ആകെ ഒരു അതിജീവന സന്ദേശമായി പകർന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. 1985 സെപ്റ്റംബർ 9 ക്രൊയേഷ്യയിലെ സദാർ എന്ന ദേശത്താണ് ലൂക്ക മോഡ്രിച്ച് ജനിച്ചത്. അന്ന് ക്രൊയേഷ്യ യുഗോസ്ലാവിയയുടെ ഭാഗമായിരുന്നു. അക്കാലത്ത് ക്രൊയേഷ്യ, സെർബിയ, ബോസ്നിയ, സ്ലൊവേനിയ, നോർത്ത് മാസഡോണിയ, മോണ്ടിനെഗ്രോ എന്നിവ ചേർന്നൊരു ഫെഡറേഷനായിരുന്നു യുഗോസ്ലാവിയ. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഫുട്ബോൾ ടീമുകൾ എല്ലാം ഈ വ്യത്യസ്ത രാജ്യങ്ങൾക്കുണ്ട്. എന്നാൽ 1991 ക്രൊയേഷ്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇത് അംഗീകരിക്കാൻ സെർബിയൻ നേതൃത്വവും യുഗോസ്ലാവ് പീപ്പിൾസ് ആർമിയും തയ്യാറായില്ല. പിന്നാലെ യുദ്ധം ആരംഭിച്ചു. ഒരു ഭാഗത്ത് ക്രൊയേഷ്യൻ സേന, മറുഭാഗത്ത് യുഗോസ്ലാവ് പീപ്പിൾസ് ആർമിയും ക്രൊയേഷ്യയിലെ സർബ് വിമത സേനയും. അപ്പോൾ മോഡ്രിച്ചിന് വെറും 6 വയസ്സാണ് പ്രായം. മോഡ്രിച്ചിൻ്റെ മുത്തച്ഛൻ ലൂക്ക മോഡ്രിച്ച് സീനിയർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വീട് നശിപ്പിക്കപ്പെട്ടു. ഒടുവിൽ കുടുംബം ഒന്നാകെ അവരുടെ ഗ്രാമം വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. അഭയാർത്ഥികളായി സർദർ നഗരത്തിലെ ഒരു ഹോട്ടലിൽ താമസം, ഹോട്ടൽ കൊളോവറയിൽ. ഈ കാലത്ത് യുദ്ധം അനിശ്ചിതമായി തുടരുകയായിരുന്നു. അവിടുത്തെ ബാല്യം ലൂക്കയിലെ ഫുട്ബോളിനെ വളർത്തി. സ്ഫോടനങ്ങൾക്കും വെടിവെയ്പ്പുകൾക്കും ആക്രമണങ്ങൾക്കും ഇടയിലെ ഇടവേളകളിൽ ലൂക്കയും കൂട്ടുകാരും ഫുട്ബോൾ കളിച്ചു വളർന്നു. ആ ഹോട്ടലിൻ്റെ പാർക്കിംഗ് ഏരിയയിലും ഇടനാഴികളിലും കുഞ്ഞൻ ലൂക്ക മണിക്കൂറുകളോളം പന്ത് തട്ടി കളിച്ചു. പിന്നീട് ഇക്കാര്യം പല പരിശീലകരും പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ കുട്ടിയുടെ മുഖത്ത് എല്ലായ്പ്പോഴും ഒരു പന്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവർ പറയാറുള്ളത്. എന്തുകൊണ്ടാണ് മോഡ്രിച്ചിനെ ലോകം ഇത്ര ബഹുമാനിക്കുന്നത്? ലൂക്ക മോഡ്രിച്ച് ഗംഭീരമായി കളിക്കളത്തിൽ നിറഞ്ഞാടുന്ന ഫുട്ബോൾ കളിക്കാരൻ മാത്രമല്ല, യുദ്ധത്തെ അതിജീവിച്ച അഭയാർത്ഥിയാണ്. മുത്തച്ഛനെ യുദ്ധത്തിൽ നഷ്ടപ്പെട്ട കൊച്ചുമകനാണ്. സ്വന്തം വീട് നഷ്ടപ്പെട്ട ബാലനാണ്. ശരീരം ചെറുതാണ്, ഇത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, ഇതുകൊണ്ടൊന്നും കളിക്കാൻ കഴിയില്ല എന്ന പരിഹാസ ശരങ്ങൾ മറികടന്ന് ലോകം ആദരിക്കുന്ന കായിക താരമായി മാറിയ ലൂക്ക മോഡ്രിച്ച്. പിന്നീട് ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരം, 2018 ബാലൻ ദ്യോർ പുരസ്കാരം നേടിയ ഇതിഹാസം. ചില കളിക്കാർ ട്രോഫികൾ നേടും, ചിലർ ചരിത്രം സൃഷ്ടിക്കും, എന്നാൽ ചിലർ സ്വന്തം ജീവിതം കൊണ്ട് മനുഷ്യരാശിക്ക് പ്രതീക്ഷയുടെ പാഠമാകും. ലൂക്ക മോഡ്രിച്ച് ഈ മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. ഡിനാമോ സാഗ്രബിൽ നിന്ന് യൂറോപ്പിൻ്റെ നെറുകയിലേക്ക് മോഡ്രിച്ചിൻ്റെ വളർച്ചയുടെ ആദ്യ പടി കടക്കുകയായിരുന്നു. ഡിനാമോ സഗ്രബ് എന്ന ക്ലബിൽ ആരംഭിച്ച ലൂക്ക മോഡ്രിച്ചിൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കളി ഒടുവിൽ ടോട്ടനം ഹോട്ട്സ്പറിൽ എത്തിയ ഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കാലയളവ്. പിന്നീട് ഉയർച്ചകളുടെ പടവുകൾ ഓരോന്നായി കയറുകയായിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച മധ്യനിരക്കാരിൽ ഒരാളായി. 2012 റയൽ മാഡ്രിഡിലേക്ക്. ആദ്യ സീസണിൽ ചില സ്പാനിഷ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ മോശം ട്രാൻസ്ഫർ എന്ന് റയൽ മാഡ്രിഡിനെ വിമർശിക്കാൻ വേണ്ടി വിശേഷിപ്പിച്ചു. എന്നാൽ 5 വർഷം കഴിഞ്ഞപ്പോൾ അതേ മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡറായി മാറി. അതേ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വാഴ്ത്തി. റയൽ മാഡ്രിഡിനൊപ്പം 6 യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, 4 ലാലിഗ കിരീടങ്ങൾ തുടങ്ങി നിരവധി കിരീടങ്ങൾ. ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരുടെ പട്ടികയിൽ സ്ഥിരസ്ഥാനം എന്ന് അദ്ദേഹത്തിന് പതിച്ചു കൊടുത്തിട്ടുണ്ട്. 1998 ഡേവിഡ് സുക്കേറിൻ്റെ നേതൃത്വത്തിലെ ലോകകപ്പിലെ സെമി ഫൈനൽ വരെ എത്തിയ ക്രൊയേഷ്യയുടെ തേരോട്ടത്തിലാണ് ലോകം ആദ്യമായി ആ രാജ്യത്തെ ശ്രദ്ധിച്ചത്. എന്നാൽ ആ ദൗത്യം 2018 മോഡ്രിച്ച് ഏറ്റെടുത്തു. ലോകത്തെ അമ്പരപ്പിച്ച് ക്രൊയേഷ്യ ഫൈനലിലെത്തി. ഫ്രാൻസിനോട് പൊരുതി തോറ്റു. എന്നാൽ ലോകം ഒരു പുതിയ നായകനെയാണ് അവിടെ കണ്ടത്. ആ ലോകകപ്പിലെ മികച്ച താരം ഗോൾഡൻ ബോൾ നേടി. 2022 വീണ്ടും പലരും പറഞ്ഞു, ഇനി ക്രൊയേഷ്യ തീർന്നു, മോഡ്രിച്ചിന് വയസ്സായി. എന്നാൽ അവർ വീണ്ടും സെമിയിലെത്തി. മൊറോക്കോയെ തോൽപ്പിച്ച് 3ാം സ്ഥാനവും നേടി. 2026 40ാം വയസ്സിൽ ഇതാ മോഡ്രിച്ച് വീണ്ടും ക്രൊയേഷ്യയുടെ നായകനായി വന്ന് മടങ്ങുന്നു. നോക്കൌട്ട് വരെ എത്തി മടങ്ങുന്നു. പ്രീ ക്വാർട്ടറിന് മുമ്പ് പുറത്തായെങ്കിലും മനോഹരമായി കളിച്ച് തലയുർത്തിയാണ് മടക്കം. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരശേഷം ലോകം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത് വിജയികൾക്ക് അല്ല, മോഡ്രിച്ചിനായിരുന്നു. ക്രൊയേഷ്യ എന്ന ചെറിയ രാജ്യത്തിലൂടെ ലോകം കീഴടക്കിയ മഹാനായ കളിക്കാരൻ.
സമ്പത്തല്ല വിജയത്തിൻ്റെ അടിസ്ഥാനം, ജനസംഖ്യയല്ല പ്രതിഭയുടെ അളവ്. മോഡ്രിച്ച് അത് തെളിയിച്ചു. ഇന്ന് ക്രൊയേഷ്യൻ കുട്ടികൾ ലോകത്തിലെ ഏത് ടീമിനെയും ഭയക്കാതെ കളിക്കുന്നുണ്ടെങ്കിൽ ആ ആവേശത്തിലെ വലിയ പങ്ക് മോഡ്രിച്ചിൻ്റെതാണ്. 2018 മെസ്സിയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ആധിപത്യം തകർത്ത് ബാലൺ ഡ്യോർ നേടിയ ഒരേയൊരു താരം. ലോകം മോഡ്രിച്ചിനെ എങ്ങനെ ഓർക്കും? കളിയുടെ വേഗം നിയന്ത്രിച്ച് മനോഹരമായ ഒരു ക്രൊയേഷ്യൻ ശൈലി സൃഷ്ടിച്ച മോഡ്രിച്ച്. സമ്മർദ്ദങ്ങൾക്കിടയിലും ശാന്തത കൈവിടാതെ കളിക്കളത്തിൽ ആവേശത്തോടെ മുന്നോട്ട് ചലിക്കുന്ന നായകൻ എന്ന നിലയിൽ യുദ്ധത്തിൻ്റെ ചാരത്തിൽ നിന്ന് ലോക ഫുട്ബോളിൻ്റെ കൊടുമുടിയിലെത്തിയ മനുഷ്യൻ. അതിലുപരി ജീവിതം എത്ര തവണ വീഴ്ത്തിയാലും വീണ്ടും എഴുന്നേൽക്കാമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച മനുഷ്യൻ എന്ന നിലയിൽ 2026 ലോകകപ്പിൽ ഇന്ന് പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരത്തിലെ അവസാനത്തെ വിസിൽ മുഴങ്ങിക്കഴിഞ്ഞപ്പോൾ ഒടുവിൽ ഞാണിമേൽ നിന്ന് ക്രൊയേഷ്യക്ക് വിജയം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ലൂക്ക മോഡ്രിച്ച് ചിരിച്ചുകൊണ്ടാണ് അവിടെ നിന്നത്. ലോകം കണ്ട ഏറ്റവും മികച്ച ചിരികളിൽ ഒന്നായിരുന്നു അത്. നഷ്ടബോധത്തിൻ്റെ വിറങ്ങലിപ്പായിരുന്നില്ല ക്രൊയേഷ്യയുടെ കളിക്കാരുടെ മുഖത്ത് ഉണ്ടായിരുന്നത്. ചിലർ കരയുന്നുണ്ടായിരുന്നു. എന്നാൽ ലൂക്ക മോഡ്രിച്ചിൻ്റെ ചിരിയാണ് ക്രൊയേഷ്യയുടെ മുഖമായി അവിടെ അടയാളപ്പെടുത്തപ്പെട്ടത്. അദ്ദേഹം മടങ്ങുമ്പോൾ അവിടെ ലോകം ആദരിക്കുന്ന മഹാനായ ഫുട്ബോളർ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ എത്തുന്നുണ്ടായിരുന്നു. അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ വിശദാംശം ചർച്ച ചെയ്തതാണ്. അത് ഒരു മികച്ച യാത്രയപ്പ് എന്നതിനപ്പുറം വിജയിച്ചത് മോഡ്രിച്ചാണ് എന്ന് തെളിയിക്കുന്നതാണ്. ഈ 2026 ലോകകപ്പിൽ പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരത്തിലെ അവസാന വിസിൽ മുഴങ്ങിയപ്പോൾ സ്കോർ ബോർഡിൽ പോർച്ചുഗൽ 2 ക്രൊയേഷ്യ 1 എന്നായിരുന്നു. എന്നാൽ ചരിത്രത്തിൻ്റെ സ്കോർ ബോർഡിൽ മറ്റൊരു ഫലം രേഖപ്പെടുത്തപ്പെട്ടു. യുദ്ധം 0, ലൂക്ക മോഡ്രിച്ച് 1 എന്ന്. യുദ്ധത്തെ ഒറ്റയ്ക്ക് ജീവിച്ച് ജയിച്ച് തോൽപ്പിച്ചയാൾ. ഇത് ലൂക്ക മോഡ്രിച്ച് ജയിച്ച കളിയാണ്. യുദ്ധത്തെയും പരാജയങ്ങളെയും മറികടന്ന് മുന്നേറിയ ക്രൊയേഷ്യയുടെ മഹാനായ കളിക്കാരൻ്റെ വിജയം. തൻ്റെ രാജ്യത്തെ ഫുട്ബോളിൻ്റെ നെറുകയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച മനുഷ്യൻ ലൂക്ക മോഡ്രിച്ച് എങ്ങനെ തോൽക്കും? നന്ദി ലൂക്ക. കുറേ നല്ല നിമിഷങ്ങൾ തന്നതിന്, പ്രതീക്ഷ കൈവിടരുതെന്ന് ലോകത്തെ പഠിപ്പിച്ചതിന്, തുറന്നുവെച്ച ആ ജീവിതം ഒരു വിജയ പാഠമായി രേഖപ്പെടുത്തിയതിന് മറക്കില്ല ഒരിക്കലും. നന്ദി.